എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് കഥ പറയുന്നതിന് മുമ്പായി കുറച്ച് പൂക്കളുടെ ഇമേജസ് കാണിക്കുന്നുണ്ട്. ഈ പൂക്കളൊക്കെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യത്തെ പൂ ഇതാണ്. ഇത് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കാണുന്നത്. ഇത് രണ്ടാമത്തെ പൂവ്. ഇതും സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള പൂവാണ് കേട്ടോ. അതേപോലെ ഈ പൂവ് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത്, അമ്പലപ്പറമ്പിൽ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന പൂവാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇത് ഈ മഞ്ഞപ്പൂവ് കണ്ടോ? ഈ മഞ്ഞപ്പൂവൊന്നും അധികം ആൾക്കാർ കണ്ടു കാണില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ചുറ്റിനും കാണുന്ന പൂക്കൾ എന്നാൽ നമുക്കറിയാത്തതൊക്കെ മറ്റുള്ളവർക്ക് കൂടി പരിചയപ്പെടുത്തുക, അവരുമായിട്ട് അറിവ് പങ്കുവയ്ക്കുക. സർവോപരി നമ്മുടെ നാട്ടിൽ അന്യം നിന്നുപോയ പല നാടൻ പൂക്കളെയും വീണ്ടും നമ്മുടെ തൊടിയിലേക്കും നമ്മുടെ മുറ്റത്തും പറമ്പിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടി ഈ വീഡിയോയ്ക്കുണ്ട്. കാരണം വളരെയധികം നല്ല ഗന്ധമുള്ള, സുഗന്ധമുള്ള ഒരുപാട് പൂക്കൾ, നല്ല ഭംഗിയുള്ള നാടൻ പൂക്കൾ നമ്മുടെ തൊടിയിലൊക്കെ പണ്ട് കാലത്ത് നിന്നിരുന്നു. അവയെല്ലാം ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ്. പലതും ഇപ്പോൾ കാണാൻ കൂടിയില്ല. ഒരു കാലത്ത് നമ്മുടെ അമ്മമാർക്കും ഒക്കെ ദശപുഷ്പങ്ങളെ പറ്റിയൊക്കെ അറിയാമായിരുന്നു. അവർ അതിൻ്റെ പേരുകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ദശപുഷ്പങ്ങൾ എന്താണെന്നറിയില്ല, അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദശപുഷ്പങ്ങളും മറ്റ് നാടൻ പൂക്കളും അവയെല്ലാം തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വലിയ വില കൊടുത്ത് മറ്റു രാജ്യങ്ങളിലെ പൂക്കൾ വളർത്തുമ്പോൾ നമ്മുടെ നാടൻ പൂക്കളെയും ഔഷധ സസ്യങ്ങളെയും മറക്കാതെ അവയും കൂടി നമ്മുടെ മുറ്റത്തോ പറമ്പിലോ വെച്ച് പിടിപ്പിക്കുക. കഥ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂക്കളുടെ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാവുന്നതാണ്. മഹാവിഷ്ണുവിനോട് ശത്രുത. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മകനും തേജസ്വിയുമായ സനൽകുമാര മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവണൻ കാണാനിടയായി. രാക്ഷസൻ മുനിയെ തൊഴുതു കുമ്പിട്ട് ചോദിച്ചു, ഋഷിസത്തമനും ശ്രേഷ്ഠനും യജ്ഞമൂർത്തിയുമായ അങ്ങ് ആരെ ഉദ്ദേശിച്ചാണ് തപസ് ചെയ്യുന്നത്? മുനി വാത്സല്യത്തോടെ മറുപടി പറഞ്ഞു, ലോകം മുഴുവനും ഭരിക്കുന്നവനും ആദിമധ്യാന്തരഹിതനും നിത്യനും ദേവദാനവ പൂജിതനുമായ ശ്രീനാരായണനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. ഈ ലോകങ്ങൾ മുഴുവനും സൃഷ്ടിച്ച ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് മുളച്ച താമരപ്പൂവിൽ ജനിച്ചു. ദേവന്മാരും മനുഷ്യരും ആരാധിക്കുന്നത് ശ്രീഹരിയെ തന്നെയാണ്. രാവണൻ വീണ്ടും ചോദിച്ചു, നാരായണ ലോകം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? സനൽകുമാര മുനി ഉത്തരം പറഞ്ഞു, ദേവന്മാരുടെ കൈകൊണ്ട് മരിച്ചവർ വളരെ കാലം സ്വർഗസുഖം അനുഭവിച്ച ശേഷം ഭൂമിയിൽ ജനിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് മരിക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. ശ്രീനാരായണൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയവർ ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. വിഷ്ണുദേവൻ്റെ കോപം പോലും വരത്തിന് തുല്യമാണ്. അത് കേട്ട് രാവണൻ ആലോചിച്ചു, എനിക്ക് ശ്രീഹരിയോട് യുദ്ധത്തിൽ ഏറ്റുമുട്ടാൻ എങ്ങനെ ഇടവരും? രാവണൻ്റെ മനോഗതം അറിഞ്ഞ് മുനി സമാധാനിപ്പിച്ചു, കുറച്ചു കാലം കാത്തിരുന്നാൽ മതി, നിന്റെ ആഗ്രഹം സാധിക്കും. അപ്പോൾ രാവണൻ ചോദിച്ചു, ഞാൻ ശ്രീനാരായണനെ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയുക? മഹർഷി പറഞ്ഞു കൊടുത്തു, സനാതനനായ ഭഗവാൻ എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു. നീലത്താമര പൂവിതളിൻ്റെ നിറമുള്ള ഭഗവാൻ താമരയല്ലി പോലെ മഞ്ഞ നിറത്തിലുള്ള പട്ടുവസ്ത്രം ഉടുത്തിരിക്കും. ചെന്താമരപ്പൂവ് പോലെ ചുവന്ന കണ്ണുകളുള്ള ഭഗവാന്റെ മാറിടത്തിൽ ചന്ദ്രൻ്റെ അടയാളം പോലെ ശ്രീവത്സം എന്ന മറുകുണ്ടായിരിക്കും. ഭഗവാനിൽ തന്നെ എപ്പോഴും മനസ്സ് വയ്ക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ കഴിയുകയുള്ളൂ. നിനക്ക് അവിടുത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. ഇഷാക് വംശത്തിൽ ദശരഥ രാജാവിൻ്റെ മകനായി രാമൻ എന്ന പേരിൽ ശ്രീനാരായണൻ ജനിക്കും. ദണ്ഡകാരണ്യത്തിൽ അനുജനോടും സീത എന്ന പേരിൽ ജനകപുത്രിയായി ജനിച്ച ലക്ഷ്മി ദേവിയോടും ഒന്നിച്ച് ഭഗവാൻ സഞ്ചരിക്കും. സനൽകുമാര മുനി പറഞ്ഞത് കേട്ട് വിഷ്ണു ഭഗവാനുമായി വിരോധമുണ്ടാകാനും ഭഗവാന്റെ കോപം സമ്പാദിക്കാനും വഴി ആരാഞ്ഞുകൊണ്ടിരുന്ന രാവണൻ അവസരം കാത്തുനിന്ന് സീതാദേവിയെ കട്ടുകൊണ്ടുപോവുകയും രാമൻ്റെ കൈയാൽ മരണമടഞ്ഞ് ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു.
ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുള്ള പൂക്കളുടെ ചിത്രം കണ്ടിട്ട് അത് ഏത് പൂവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. 1, 2, 3 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാവുന്ന എല്ലാ പൂക്കളുടെയും പേര് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്.